ഇന്ന് എൻ്റെ വിയറ്റ്നാമിൽ ഈ കൂട്ടുകാരൻ നീ കഴിക്കാത്ത ഭക്ഷണം ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നതാണെങ്കിലോ പാമ്പിനെ കഴിക്കണം അവിടേക്ക്. ഒഴിവ് ദിവസം ആയതുകൊണ്ട് നമ്മുടെ കെൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ രാവിലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വണ്ടി വന്നിട്ട് ഇപ്പം എന്നെ വണ്ടി കയറ്റിയിട്ട് പോവാണ്. കൈരളി ട്രെയിൽസിന്റെ പാക്കേജ് എടുത്ത് വിയറ്റ്നാം വന്നിട്ടാണ് കെന്നും ഞാനും കമ്പനി ആയത്. അങ്ങനെ കാറിലൊരു സ്ഥലത്തെത്തി മാപ്പ് നോക്കിയിട്ട് ഞാനും എൻ്റെ ഈ കൂട്ടുകാരനും കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഒരു വില്ലേജിൽ കൂടെ. അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം ഈ ഒരു അമ്മച്ചന്റെ വീടെത്തി. എൻ്റെ അച്ഛമ്മനെ പോലെ നല്ലപോലെ വയസ്സായ അമ്മമ്മ നടത്തുന്ന കടയാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 ചാക്ക് എടുത്ത് എൻ്റെ ഉമ്മർത്ത് കൊണ്ടുവന്ന് ഇട്ടു. നോക്കണോ 2ന്റെ ഉള്ളിലും ജീവനുള്ള പാമ്പുകൾ. എന്നിട്ട് പറയാണ് ഇതിൽ ഏതിനെയാണ് നിക്ക് കറി വെച്ച് തരേണ്ടത് ഇത്ര. ചാക്കിന്റെ ഉള്ളിൽ നിക്ക് കണ്ടാൽ മനസ്സിലാവില്ല, ഞാൻ തുറന്ന് കാണിക്കാന്ന് പറഞ്ഞത് ഞാൻ വേണ്ട പറഞ്ഞു. പിന്നൊന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അണ്ടാവിന്റെ ഉള്ളിൽ പാമ്പ്, ടേബിളിൽ നിറച്ച് പാമ്പ്, ഷെൽഫിന്റെ ഉള്ളിൽ പാമ്പ്, കുറെ പാമ്പുകളിനെ വൈൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവര് പാമ്പിനെ കറി വെക്കുന്നതും കൂട്ടാൻ വെക്കുന്നതൊക്കെ ഈ ഗ്യാസ് അടുപ്പിലാണ്. കറി വെച്ച പാമ്പിന്റെ തല മാത്രം ഇതുപോലെ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മച്ചി വേറൊരു വലിയ പാമ്പുണ്ട്, അതിനിവിടെ കാണാനില്ല, അതിന് ഞാനൊന്ന് തപ്പട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്മച്ചി നിങ്ങളോട് പാമ്പിനെയും തപ്പിയിട്ടിരിക്കും, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്റെ ഈ കൂട്ടുകാരൻ ഈ അമ്മച്ചിന്റെ അവിടെ ഒരു രസമില്ല, നമുക്ക് വേറൊരു നല്ല സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞു വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തേക്ക് വന്നതും ഭക്ഷണത്തിന്റെ ഒരു മെനു കാർഡ് എനിക്ക് കാണിച്ചു അവിടുത്തെ ആള്. പാമ്പ് വറുത്തത്, വരട്ടിയത്, ചാറ് വെച്ചത്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇവർക്ക് ഇത് എങ്ങനെ കഴിക്കണമെന്ന് ആലോചിച്ച് നടക്കുമ്പോഴേക്കും ഇവിടുത്തെ ഒരു ചെടിയിൽ ഇവിടെ പാമ്പിന്റെ തോലിട്ടിരിക്കണോ. അപ്പോഴേക്കും നമ്മളെ കൊണ്ടുവന്ന് കൂട്ടാൻ ഇവിടുത്തെ ആൾക്ക് കുറച്ച് ഭ്രാന്തുണ്ട്, നീ പോയിട്ട് വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. ഞാൻ ഓരോന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ ഓണർ വന്നിട്ട് ഒരു മൂർഖൻ പാമ്പിനെ എടുത്തിട്ട് വെളിയിലിട്ടു. ഇയാളുടെ കാലിലാണെങ്കിൽ ഷൂ ഉണ്ട്, കയ്യിലാണെങ്കിൽ കമ്പിയുണ്ട്. ഇയാൾക്ക് കുഴപ്പമില്ല, ഞാനാണ് മൊത്തത്തിൽ പെട്ടത്. ഇയാൾക്ക് കുറച്ച് പ്രാന്തുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ് തോന്നുന്നു. ഇയാൾക്ക് വീട്ടിലിരുന്ന് ബോറടിച്ച ഒരു പാമ്പിനെ എടുത്ത് വീട്ട് മുറ്റത്തിടും, എന്നിട്ട് കുറെ നേരം അതിന്റെ കളിക്കും, ശേഷം പിടിക്കും. ഇതാണ് ആളുടെ ഹോബി. നമ്മളെ കൊണ്ടുവന്ന് കൂട്ടുകാരൻ 2 കാലും ചെയറിന് മുകളിൽ വെച്ച് സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു മൂലയ്ക്ക് നിന്ന് പേടിച്ചിട്ടാണ് അതിനെ ആട്ടി വിടാൻ നോക്കണത്. ഞാൻ ഒന്നും നോക്കില്ല, ഞാൻ വേഗം അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. അവിടെ കെൻ എന്റെയിലുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരിലാണ് ഓരോ സ്ഥലങ്ങൾ അങ്ങനെ ചുറ്റിക്കാണിക്കുന്നത്. ശേഷം വൈകുന്നേരം ആയത് ഞാൻ എൻ്റെ ബാഗും സാധനങ്ങളും എടുത്ത് റൂമിനോട് ടാറ്റ ബൈ ബൈ കൊടുത്ത് കെന്നിന്റെ ബൈക്കിൽ കയറി ഞാൻ റെയിൽവേ സ്റ്റേഷൻ വരെ പോവാണ്. വിയറ്റ്നാമിലെ ഹനോയിൽ നിന്ന് സാപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കി എൻ്റെ കോച്ച് നമ്പറും സീറ്റും കണ്ടുപിടിച്ച് തന്ന് അവിടെ ഇരുത്തിയിട്ടാണ് കെന്നെ പോകാൻ നിൽക്കുന്നത്. ഞാൻ പോയി വന്നിട്ട് ഇതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള സ്ഥലമുണ്ട്, അവിടേക്ക് പോകാത്ര. അങ്ങനെ ആ സുഹൃത്ത് പോയി. ഇതാണ് റെയിൽവേയിൽ ഇന്ന് ഞാൻ കിടക്കുന്ന സ്ഥലം. എല്ലാ സെറ്റപ്പും ഉണ്ട്, ബാത്റൂം ഒരു അടിപൊളിയാണ്. ഞാൻ പിന്നെ എൻ്റെ അച്ഛമ്മ വിളിച്ച് സംസാരിച്ച് ഡയറി എഴുതിയിട്ട് ഇപ്പൊ കിടന്നുറങ്ങാൻ നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് ജീവിതത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആളുകളെ കണ്ടു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം.